ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഐ ആം ബീന മാനുവൽ. നിങ്ങളുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ പ്രവർത്തികളാണ് നിങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞു വെച്ച വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത്. യെസ്, നമ്മുടെ ഓരോ ചെറിയ പ്രവർത്തികളും ചെറിയ ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഉയർന്ന തലത്തിലോട്ട് ഉയർത്തുന്നതാകട്ടെ. ഇന്നത്തെ ക്ലാസ്സും അതിന് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിന്റെ അകത്തോട്ട് മോസ്റ്റ് വെൽക്കം. ഇന്ന് +2 തലത്തില് ഫിസിക്സിന്റെ 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ എത്തി നിൽക്കുക. നമുക്കറിയാം, 1ഉം 2ഉം ചാപ്റ്റേഴ്സ്, ഫിസിക്സിന്റെ 1ഉം 2ഉം ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ചാർജസ് അറ്റ് റെസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന കണ്ടീഷന്റെ അപ്പൊ അവിടെ ചാർജസ് റെസ്റ്റിലായിരിക്കുമ്പോൾ ചാർജസിന് ഉണ്ടാകുന്ന ഫോഴ്സ്, ഫീൽഡ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ബാക്കി കാര്യങ്ങളൊക്കെ സ്കെയിലാർ ക്വാണ്ടിറ്റിയിലും വെക്ടർ ക്വാണ്ടിറ്റീസിലും ഒക്കെ ടേംസുകളാണ് നമ്മൾ ആദ്യത്തെ 1ഉം 2ഉം ചാപ്റ്ററിൽ പഠിപ്പിച്ചത്. ദെൻ 3ാമത്തെ ചാപ്റ്ററിൽ വന്നപ്പോൾ ചാർജസ് മൂവിങ് ആയി. മൂവിങ് ചാർജസ് ആയപ്പോൾ നമ്മൾ പറഞ്ഞു, ചാർജ് മൂവ് ചെയ്യുന്നത് എവിടെയാണോ അവിടെയെല്ലാം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസും ബാക്കി കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിപ്പിച്ചത്. 4ാമത്തെ ചാപ്റ്ററിൽ വന്നപ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ദെൻ ഓസ്റ്റ്വാർഡ് ഫൈൻഡ് ഔട്ട് ചെയ്തു, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പല ലോസും ബാക്കി കാര്യങ്ങളുമാണ് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. ദെൻ 5ാമത്തെ ചാപ്റ്ററിൽ വന്നപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നും അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കാറുണ്ട് എന്നും അതിന്റെ പ്രോപ്പർട്ടീസും എർത്ത് ബിഹേവ്സ് ആസ് എ മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യുന്നു, അതിന്റെ എർത്തിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ഒക്കെയാണ് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിപ്പിച്ചത്. ദെൻ ഇവിടെ നമ്മൾ പഠിക്കുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ് എന്ന്. 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിപ്പിച്ചു മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പഠിച്ചു എന്താണ് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഓസ്റ്റ്വാർഡ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ആ ഒരു ബേസിക് പ്രിൻസിപ്പിളിനോട് ചേർന്ന് കുറെ ലോസുകളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നീട് തിരിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിന് ചുറ്റും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസിന് എന്തുകൊണ്ട് ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല? അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി നടക്കുകയും 1831 മൈക്കൽ ഫാരഡെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ലണ്ടനിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി നടത്തി. ദെൻ അഗെയിൻ US നിന്നും ജോസഫ് ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റും ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി നടത്തി. ഒരു മാഗ്നറ്റിന് ചുറ്റും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനു ചുറ്റും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അങ്ങനെ സ്റ്റഡി നടക്കുകയും അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പറഞ്ഞു ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് വ്യത്യാസം വരിക അല്ലെങ്കിൽ അതിന്റെ അവിടുത്തെ ഫ്ലക്സിന് വ്യത്യാസം വരുമ്പോഴാണ് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മുടെ മൈക്കൽ ഫാരഡെയും അതേപോലെ തന്നെ ജോസഫ് ഹെൻറിയും അവിടെ പ്രൂഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു തിയറി നമ്മുടെ ഈ ഒരു രോഗത്തിന്റെ തന്നെ ഒരു കുതിപ്പിന് കാരണമായി എന്ന് വേണേ പറയും. അവിടെ നിന്നാണ് നമ്മുടെ AC ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മാഗ്നറ്റിസത്തിന്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും? ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ പ്രൊഡക്ഷൻ, നമുക്ക് ഇന്ന് വീടുകളിലോട്ടൊക്കെ വരുന്ന കറണ്ടിന്റെ പ്രൊഡക്ഷനെ നമുക്ക് ഈ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മൈക്കൽ ഫാരഡെ നമ്മുടെ വൈദ്യുതിയുടെ പിതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്.
അപ്പൊ അത് ലോകത്തിന്റെ തന്നെ എന്താ പറയണേ, ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന, നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഡിവൈസ്, ട്രാൻസ്ഫോമർ ആയാലും ജനറേറ്റർ, എല്ലാത്തിന്റെ അകത്തും നമ്മൾ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ലോകത്തിന്റെ കുതിപ്പിന് കാരണമായി എന്ന് വേണേൽ പറയാം. ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. അതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ലോസ്. ഇപ്പൊ ആദ്യം നമ്മൾ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് തന്നെ മൈക്കൽ ഫാരഡേയുടെ 3 എക്സ്പെരിമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ അഗൈൻ ഫാരഡേസിന്റെ ലോസ് 3 2 ലോസും പിന്നെ മൂന്നാമത്തത് ലെൻസസ് ലോ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ അതിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന തിയറീസുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആ ഒരു നമ്മള് മൈക്കൽ ഫാരഡേയുടെ എക്സ്പെരിമെന്റിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന ടേമിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് പറയുന്നതിന് മുമ്പായിട്ടോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അടി അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ബൈ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിന്റെ അകത്തു നിന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തു നിന്ന് അതിന്റെ ഫ്ലക്സിന് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ആ മാഗ്നറ്റിസത്തിന്റെ അകത്തു നിന്ന്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ അകത്തു നിന്ന് നമുക്ക് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ബൈ മാഗ്നറ്റിസം ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ 4ാമത്തെ ചാപ്റ്ററിൽ നേരെ തിരിച്ചാണ് എന്താണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നത്. ഇവിടെ നേരെ തിരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കറണ്ടിനെ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിന്റെ ജനറേഷനെ കുറിച്ചാണ്. ഇലക്ട്രിക് കറണ്ടിനെ എങ്ങനെ, ഒരു AC കറണ്ടിനെ എങ്ങനെ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മുടെ വീടുകളിലോട്ടൊക്കെ ഇന്ന് വരുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുവരുന്നത്. സോ ജനറേഷൻ ഓഫ് EMF നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ലോസിന്റെ ഫാരഡേസിന്റെ ലോസ് ഇങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ലോ നമ്മൾ ഇപ്പോൾ പറയുന്നത്. എവിടെ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം വരുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ചേഞ്ചസ് വരുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ടേമിനകത്തോട്ട് വരും. അപ്പൊ ആ ഇലക്ട്രിക് ഫ്ലക്സിന് എവിടെ വേരിയേഷൻ വരുന്നോ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം കറണ്ട് എന്ന് പ്രൊഡ്യൂസ് ചെയ്യണം, കറണ്ട് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്താണ് ഒരു വോൾട്ടേജ് വേരിയേഷൻ അല്ലെ ഒരു EMF അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ്. എവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഡ്യൂസ്ഡ് EMF എന്തിന് കാരണമാകും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറേഷൻ ഓഫ് EMF ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലോട്ട് നമ്മൾ പോകുന്നു. ദെൻ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്. വാട്ട് യു മീൻ ബൈ മാഗ്നറ്റിക് ഫ്ലക്സ്? നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫ്ലക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത കുട്ടികൾക്ക് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് പഠിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. സെയിം കൺസെപ്റ്റ് ആണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് എങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിപ്പിച്ചു എന്ത് ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പേരിൽ ഇതിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസിന് ചുറ്റും എന്തുണ്ട്? ഒരു ഫീൽഡ് ഉണ്ട്. അവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് ചേഞ്ച് ചെയ്യുക? എപ്പോഴാണ് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞ എന്താണ്? എപ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഫ്ലക്സ് ആയിട്ട് മാറുക? അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റും ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാർ മാഗ്നറ്റ് നമുക്കറിയാം നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെയുള്ള ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ചുറ്റും എന്തുണ്ട്?
ഫോഴ്സ് അനുഭവപ്പെടുന്ന റീജിയൻ ഉണ്ട്, അവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഫീൽഡ് ലൈൻസ് എപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതൊരു സർഫസിന്റെ അകത്തോടെ ഇതൊരു നമുക്കിപ്പോ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒരു സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റിന്റെ അടുത്താണ് നമ്മൾ ഈ ഒരു സർഫസ് വെച്ചിരിക്കുന്നത് എങ്കിൽ അതിന്റെ അകത്തുനിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര എണ്ണം ഇതിന്റെ അകത്തോടെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് എത്തുന്നു. അപ്പൊ അവിടെ കണ്ടീഷൻ ഉണ്ട്. എല്ലാ ലൈൻസിനെയും നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് കണക്കാക്കത്തില്ല. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എത്ര എണ്ണം നോർമൽ ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര എണ്ണം നമുക്ക് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരുന്നു. ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ വേറെ മീൻസ് 90 ഡിഗ്രിയിൽ അല്ലാതെ പോകാം, പാരലലായിട്ട് പോകാം, ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കിവിടെ കണ്ടീഷൻ ഉണ്ട്. ഈ ഒരു സർഫസിന്റെ അകത്തോടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സർഫസിന്റെ അകത്തോടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്ത് പോകണം, ഒന്നാമത്തെ കണ്ടീഷൻ. പക്ഷെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കണ്ടീഷനുണ്ട്? അവിടെ കണ്ടീഷനുണ്ട് എത്രയായിരിക്കും? അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഇതിപ്പോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് എങ്കിൽ ഫീൽഡ് അതിന്റെ ലൈൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ സർഫസിന്റെ അകത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ തന്നെ വരണം 90 ഡിഗ്രിയിൽ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സാമ്പിളിന് ഇപ്പൊ നമുക്ക് കുറെ പേനാസ് ഞാനിപ്പോ ഇതിന്റെ അകത്ത് എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഓരോ പേനായും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു സർഫസ്, നമുക്ക് ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്ന ഒരു സർഫസ് ആണ്. ഈ സർഫസിന്റെ അകത്തോടെ എത്ര ലൈൻസ്, ഓക്കെ ഇതൊരു ലൈനാണ്, അടുത്ത ലൈൻ ഇതാണ്, ഇത് എല്ലാം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻറ്റർ ചെയ്ത്, അതായത് ക്രോസ് ചെയ്ത് ഈ സർഫസിന്റെ അകത്തോടെ തുളച്ച് കയറി ഇപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നു, അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ എത്ര ഡിഗ്രിയിലായിരിക്കണം ഈ സർഫസും, ഇതാണ് നമ്മുടെ സർഫസ്, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഇതും തമ്മിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്ന കേസസ് എത്ര എണ്ണം, എല്ലാ ലൈൻസും നമ്മൾ എടുക്കത്തില്ല, എത്ര എണ്ണമാണ് 90 ഡിഗ്രിയിൽ ഇതിന്റെ അകത്തോടെ ക്രോസ് ചെയ്ത് പോവുക. അപ്പൊ അങ്ങനെ ക്രോസ് ചെയ്ത് 90 ഡിഗ്രിയിൽ പോകുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ തുളച്ചു കയറി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ടോട്ടൽ ഒരു നമ്പറാണ് നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യുക? മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമുക്കറിയാം. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ EB ആയിരുന്നുവെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ ϕB is equal to BA cos θ എന്ന് റെപ്രസെന്റ് ചെയ്യാം. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ BA cos θ എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു B ഡോട്ട് A. നമുക്കറിയാം cos θ ആയതുകൊണ്ട് അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് B ഡോട്ട് A എന്ന് റെപ്രസെന്റ് ചെയ്യാം. Then the magnetic flux again ഒന്നുകൂടെ പറയുകയാണ്. Magnetic flux means in the total number of magnetic field lines passing normally through a surface. Okay, passing normally through a surface. Normally means 90 ഡിഗ്രിയിൽ എത്ര എണ്ണം അതിന്റെ സർഫസിൽ കൂടി കടന്നുപോയി. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എത്ര എണ്ണം നോർമൽ ആയിട്ട് ഇതിന്റെ അകത്തോടെ കടന്നുപോയി. ദാറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റ്. എത്ര എണ്ണം ഉണ്ട്? ഇതിനകത്ത് 10 എണ്ണം ഉണ്ടെങ്കിൽ ഈ 10 എണ്ണത്തിന്റെയും ടോട്ടൽ എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്തോടെ ക്രോസ് ചെയ്ത് പോകണം. ഒരു സർഫസിന്റെ അകത്തോടെ 90 ഡിഗ്രിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്ത് പോകുന്ന കേസസ് ആണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോർമലി ത്രൂ എ സർഫസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, അപ്പൊ അവിടെ ഓർത്തിരിക്കുക, നോർമലി ആണ്, എല്ലാത്തിനെയും നമ്മൾ കണക്കാക്കിയല്ല. നോർമലി മീൻസ് 90 ഡിഗ്രിയിൽ പാസ് ചെയ്യുന്ന ലൈൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് ϕB is equal to BA cos θ. ദാറ്റ് ഈസ് നമുക്ക് എന്തെന്ന് എഴുതാം? B ഡോട്ട് A എന്ന് എഴുതാം. ദെൻ ഇനി ഇവിടെ നമ്മൾ ഓരോ ടേമിനെ ഇതിന്റെ ഇക്വേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ B എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ റെപ്രസെന്റേഷൻ ആണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് നമ്മൾ എടുക്കുന്ന ഈ ഏരിയയുടെ, നമുക്ക് എടുക്കുന്ന ഈ സർഫസിന്റെ ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? A എന്ന് പറയുന്നത്. ബട്ട് ആംഗിൾ തീറ്റയുണ്ട്, ഇവിടെ കോസിന്റെ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ സർഫസുമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. സർഫസുമായിട്ടല്ല,
പകരം ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏരിയ, സർഫസിന്റെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ളതാണ്. എന്താണ് ഏരിയ വെക്ടർ? അപ്പൊ അത് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ഒക്കെ പഠിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിലും ഫോർത്ത് ചാപ്റ്ററിലും അങ്ങോട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏരിയ റെക്ടാങ്കുലർ ലൂപ്പിന്റെ കേസസിലൊക്കെ പറഞ്ഞപ്പോൾ ഏരിയ വെക്ടറിന്റെ കേസസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഏരിയ വെക്ടർ മീൻസ് നമ്മുടെ സർഫസ് ഇതാണ് എങ്കിൽ അതിന്റെ ഏരിയ വെക്ടർ മീൻസ് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ്. ഓക്കെ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത് ഏരിയ. സെന്ററിൽ നിന്ന് നമ്മളൊരു ലൈൻ ഇങ്ങോട്ട് സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ ഈ ലൈനിനെ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഏരിയ വെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന നമ്മൾക്ക് ഇപ്പൊ ഈ ഫിഗറിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സർഫസിനെ കുറച്ച് ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ നേരെ പോകുന്നു. നമ്മുടെ ഏരിയ വെക്ടർ ചെരിഞ്ഞാണ് ഇരിക്കുന്നത് എങ്കിൽ ഇവിടുത്തെ ആംഗിള് നമുക്കറിയാം. ഏരിയ വെക്ടർ എന്ന സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസ് ആണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ കൺസിഡറേഷൻ ഇപ്പൊ നമ്മുടെ പോസിറ്റീവ് ഈ എക്സ് ആക്സിസിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുകയാണ് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഏരിയ, ഈ സർഫസിന്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരച്ചിരിക്കുന്ന ഈ നീല പേന കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അവ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എങ്ങനെയാണ്? അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു ദി സർഫസ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഈ സർഫസിന് പാരലൽ ആയിട്ട് കടന്നു വരുന്ന കേസസിൽ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതാണ് ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് സർഫസുമായിട്ട് പാരലൽ ആയിട്ട് വരുമ്പോൾ ഇവിടുത്തെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ നമ്മുടെ 90 ഡിഗ്രി ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താകും? കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് 90 വരുമ്പോൾ അവിടെ ദാറ്റ് ഈസ് ആൻസർ 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൈ ബി എന്ന് പറയുന്നത് നമ്മുടെ ആംഗിളിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ദെൻ അഗൈൻ നമ്മുടെ പെർപെൻഡിക്കുലർ സർഫസിന്റെ കേസസ്. ഓക്കെ, പെർപെൻഡിക്കുലർ സർഫസിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു സർഫസ് ആണ് എങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുക മീൻസ് സർഫസ് ഇതാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുക മീൻസ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എടുക്കുമ്പോൾ ഏരിയ വെക്ടറും എങ്ങനെ തന്നെയാണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇവ തമ്മിൽ രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കേസസിൽ ഇവിടുത്തെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. therefore 0 ഡിഗ്രി കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൈ ബിയുടെ ആംഗിള് നമുക്ക് എന്താണ്? കോസ് BA ഇൻറ്റു കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. therefore that is equal to BA എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം കണ്ടീഷൻ. ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിട്ട് വരുമ്പോഴാണ്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പാരലൽ കേസസിൽ ആംഗിൾ 90 ഡിഗ്രിയും ആംഗിൾ തീറ്റ പെർപെൻഡിക്കുലർ കണ്ടീഷനിലെ സർഫസിന് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻട്രി ചെയ്യുന്ന കേസസിൽ ആംഗിൾ തീറ്റ 0 ഡിഗ്രിയുമാണ്. ആ കേസസിൽ മാത്രമേ ഉള്ളൂ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കത്തുള്ളൂ? നമുക്ക് മാക്സിമം ആയിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 5B ഈസ് ഈക്വൽ ടു BA ആയിട്ട് നമുക്ക് വരത്തുള്ളൂ. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ കേസസ് ഓർത്തിരിക്കാം. പെർ യൂണിറ്റ് വോളിയത്തിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. മാഗ്നറ്റിക് പെർ യൂണിറ്റ് വോളിയത്തിൽ എത്രമാത്രം, ഇപ്പൊ സർഫസിന്റെ അകത്ത് ടോട്ടൽ അല്ല, പെർ യൂണിറ്റ് വോളിയത്തിൽ എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് 90 ഡിഗ്രിയിൽ കടന്നു പോയി എന്ന് കണക്കാക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ ഇതിന്റെ യൂണിറ്റ് SI യൂണിറ്റ് ഓർത്തിരിക്കാം. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്, അല്ലെങ്കിൽ ടെസ്ല മീറ്റർ സ്ക്വയർ ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. ടെസ്ല മീറ്റർ സ്ക്വയർ, വെബർ ഓറെ ടെസ്ല മീറ്റർ സ്ക്വയർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന ടേം. മാഗ്നറ്റിക് ഫ്ലക്സ് മീൻസ് ഇൻ ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ കടന്നു പോകണം? ഒരു സർഫസിന്റെ അകത്തോടെ 90 ഡിഗ്രിയിൽ കടന്നു പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാഗ്നറ്റിക് ഫ്ലക്സ് ആകുക. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്ലക്സ് ആകുക സർഫസിന്റെ അകത്തോടെ 90 ഡിഗ്രിയിൽ എൻട്രി ചെയ്യുക. അതിന്റെ അങ്ങനെ എത്ര എണ്ണം കടന്നു പോകുന്നു? ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തോടെ എത്ര എണ്ണം കടന്നു പോകുന്നു? അതിന്റെ ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് പാരഡൈസിന്റെ ലോസ് ഒക്കെ
എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ എക്സ്പെരിമെന്റ്സ് ആയാലും നമ്മുടെ ലോസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ ആയാലും എന്താണ് എല്ലായിടത്തും നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ് ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ് എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് തന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഒരു സർഫസിന്റെ അകത്തോടെ 90 ഡിഗ്രിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻറ്റർ ചെയ്യുന്ന അതിന്റെ ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ അതിന്റെ സർഫസിന്റെ അകത്തോടെ എത്ര എണ്ണമാണ് ടോട്ടലായിട്ട് 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് എത്ര എണ്ണമാണ് കടന്നു പോയത്. ദാറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന കൺസിഡറേഷൻ. സോ അതിന്റെ ഇക്വേഷൻ ബി എ കോസ് തീറ്റയാണ്. ഇവിടെ നമ്മൾ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ളതാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പാരലൽ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് സർഫസിന് പാരലൽ ആയിട്ട് എൻ്റർ ചെയ്യുന്ന കേസസിൽ, പാരലൽ മീൻസ് ഇപ്പൊ ഈ ബുക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എൻ്റർ ചെയ്യുക. അപ്പൊ അവിടെ നമ്മുടെ ഏരിയ വെക്ടർ എടുക്കുക ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആംഗിൾ തീറ്റ 90 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ കേസസ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് സർഫസ് ഇതാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ എൻ്റർ ചെയ്യും. അപ്പൊ നമ്മുടെ ഏരിയ വെക്ടർ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആംഗിൾ തീറ്റ = 0 ഡിഗ്രി. ആ കേസസിലാണ് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഉള്ളൂ. 0 cos 0 ആണ് 1 ആയിട്ട് വരുന്നത്. 90 ഡിഗ്രിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഫ്ലക്സ് ഇല്ല. therefore ϕB = V ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ യൂണിറ്റ് ടെസ്ല മീറ്റർ സ്ക്വയർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ കേസസ് നമ്മൾ പറയുക. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കേസസ് നമ്മൾ പറയുമ്പോൾ കറന്റ് ക്യാരിങ് കണ്ടക്ടർ, നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്ന കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ചുറ്റും എന്ത് ബാർ മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ബാർ മാഗ്നറ്റിന് ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കറണ്ട് കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദാറ്റ് ഈസ് ഇൻഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ബൈ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിൽ നിന്ന് കറണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഇതിന്റെ ഫാരഡേസിന്റെ എക്സ്പെരിമെന്റ്സ് പ്ലസ് അഡീഷണൽ നമ്മുടെ ഫാരഡേസിന്റെ ലോസിലോട്ടാണ്. ഓക്കെ, താങ്ക് യു.